Hi my dear plus 1 students, all of you welcome. ഇതൊരു സ്പെഷ്യൽ വീഡിയോ ആണ്. 2013 മുതൽ 2020 വരെയുള്ള മാർച്ച് ഇംപ്രൂവ്മെന്റ് പ്ലസ് 1 ഫിസിക്സ് പബ്ലിക് പരീക്ഷയുടെ 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് മാത്രം ഡിസ്കസ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. 2013 മുതൽ 2020 വരെ എന്ന് പറയുമ്പോൾ എത്ര വർഷമാണെന്ന് നോക്ക്, 8 വർഷത്തെ അല്ലേ. അപ്പോൾ 8 2 16, അങ്ങനെ 16 വർഷത്തെ പബ്ലിക് എക്സാമിനേഷൻ്റെ ക്വസ്റ്റ്യൻസ് ഒപ്പം കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസ്. മാർച്ചിലെ പരീക്ഷയ്ക്ക് മുമ്പ് മോഡൽ എക്സാമിനേഷൻ നടത്താറുണ്ട്. അത് ഫെബ്രുവരി മാസത്തിലാണ് നടത്തുന്നത്. അത് മിക്കപ്പോഴും പബ്ലിക് പരീക്ഷകളെക്കാളും വളരെയധികം നിലവാരം പുലർത്തുന്ന ക്വസ്റ്റ്യൻ പേപ്പറാണ്. അത് എല്ലാ വർഷത്തെയും ഇല്ല, ചില വർഷത്തെ. അതുപോലെ തന്നെ മറ്റ് ചില പബ്ലിക് പരീക്ഷകളുടെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ. അങ്ങനെ മൊത്തം 20 ക്വസ്റ്റ്യൻ പേപ്പറിൽ 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് മാത്രം ഡിസ്കസ് ചെയ്യുന്നതാണ്. ഞാൻ ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, കാരണം ഈ ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ നമ്മൾ ഓരോ ചാപ്റ്ററിൻ്റെയും പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ചെയ്ത കൂട്ടത്തിൽ വളരെ വിശദമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ചെയ്യുന്നത് ഇതെല്ലാം കൂടെ കൺസോൾഡേറ്റ് ചെയ്ത് ഒരൊറ്റ വീഡിയോയിലാക്കി അരമണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് വളരെയധികം പ്രയോജനം കിട്ടുന്ന തരത്തിൽ പെട്ടെന്ന് പഠിച്ചു പോകാവുന്ന, ഇനി 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് യാതൊരു കാരണവശാലും നഷ്ടപ്പെടുത്താൻ പാടില്ല. അപ്പോൾ ഇന്ന് തന്നെ ഈ വീഡിയോ കണ്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1 മാർക്കിൻ്റെ സെക്ഷൻ നിങ്ങൾക്ക് ഉറപ്പിക്കാം. അതിനകത്ത് നിന്ന് യാതൊരു നഷ്ടവും വരാൻ പാടില്ല. ഇത് നിങ്ങൾ മാത്രം കണ്ടാൽ പോരാ, നിങ്ങൾ കണ്ടു കഴിഞ്ഞ് നിങ്ങളുടെ ഫ്രണ്ട്സിനും എത്തിച്ചു കൊടുക്കണം. ഫിസിക്സിന് എല്ലാവർക്കും മാർക്ക് കിട്ടട്ടെ. ബാക്കി എല്ലാ സബ്ജക്റ്റിനും മാർക്ക് കിട്ടിയാലും പലപ്പോഴും ഫിസിക്സിനാണ് മാർക്ക് കുറവ്. എപ്പോഴും ഫിസിക്സ് അധ്യാപകർ അനുഭവിക്കുന്ന അവർ ഫേസ് ചെയ്യുന്ന ഒരു കാര്യവും കൂടെയാണ്. ഫിസിക്സിന് മാത്രം മാർക്കില്ല. അപ്പോൾ അതുകൊണ്ട് ആ ബുദ്ധിമുട്ടുകളൊക്കെ ഇനി ഒഴിവാവണം. നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ എത്തിച്ച് എല്ലാവർക്കും മാർക്ക് കിട്ടുന്ന രീതിയിലേക്ക് പോകട്ടെ. അപ്പം നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. ആദ്യം 2020 മുതലാണ് അങ്ങോട്ട് പോകുന്നത്. ഇപ്പം അവസാനമായിട്ട് പ്ലസ് 1 പബ്ലിക് പരീക്ഷ നടന്നത് 2020 ഡിസംബറിലാണ്. നമുക്ക് അവിടെ നിന്ന് ബാക്കിലേക്ക് പോകാം. 2012 മുതൽ ബാക്കിലേക്കുള്ള വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ അടുത്ത പാർട്ടിൽ. ഇത് പാർട്ട് 1 ആണ്. ഇത് മാത്രം പഠിച്ചാലും മതി. ഇത് പഠിച്ചിട്ട് നിങ്ങൾ എക്സാമിന് ഫേസ് ചെയ്യുക. ഓൾ ദ ബെസ്റ്റ്. ഏറ്റവും അവസാനം പ്ലസ് 1 പബ്ലിക് എക്സാം നടന്നത് 2020 ഡിസംബറിലാണ്. അവിടുന്ന് നമുക്ക് ബാക്കിലേക്ക് പോകാം. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഫണ്ടമെൻ്റൽ ഫോഴ്സസ് ഇൻ നേച്ചർ ബൈൻഡ്സ് പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ് ടുഗദർ ഇൻ എ ന്യൂക്ലിയസ്? സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. Slope of the position time graph of uniform motion gives velocity. When a moving bus suddenly stops, passengers tends to fall forward. This is due to inertia. Inertia of motion എന്ന് കൃത്യമായിട്ട് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ inertia എന്ന് മാത്രം പറഞ്ഞാലും മാർക്ക് കിട്ടും. For small deformation, the stress and strain are proportional to each other. This is the statement of Hooke's law. In pure rotational motion, every particle of the body has the same angular velocity at any instant of time. State whether this statement is true or false. Statement true ആണ്. കാരണം പ്യൂർ റൊട്ടേഷണൽ മോഷനിൽ എല്ലാ പാർട്ടിക്കിൾസിനും സെയിം ആംഗുലാർ വെലോസിറ്റി ആണ്. ഇത് മാർച്ച് 2020 അവിടെ കണ്ട സെയിം ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് ഇനി ഞാനത് വായിക്കുന്നില്ല. നെക്സ്റ്റ്, 4 pairs of initial and final positions of a body along x-axis are given, which gives positive displacement of the body. 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ അല്ലേ. നിങ്ങൾ ചെയ്യേണ്ടത് ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഇക്വേഷൻ ഫൈനൽ പൊസിഷൻ മൈനസ് ഇനീഷ്യൽ പൊസിഷൻ അല്ലേ. അപ്പം രണ്ടാമത്തേതിൽ നിന്ന് ആദ്യത്തേത് സബ്ട്രാക്റ്റ് ചെയ്ത് നോക്കുക. അങ്ങനെ ഓരോന്ന് ചെയ്ത് നോക്കുമ്പോൾ പ്ലസ് കിട്ടുന്നത് ഏതാണ് അതാണ് ആൻസർ. ഇവിടെ 15 മൈനസ് 10 വരുമ്പോൾ എന്താകും? +25 അല്ലേ. ബാക്കി നിങ്ങൾ ഏത് ചെയ്ത് നോക്കിക്കഴിഞ്ഞാലും മൈനസ് ആയിരിക്കും കിട്ടുന്നത്. ഇവിടെ 1 - 2 മൈനസ് വരും. ഇവിടെ -12 +5 വരും. -5 അപ്പം മൈനസ് വരും. അതുകൊണ്ട് ഇതാണ് പ്ലസ് വരുന്നത്. സ്റ്റെപ്പ് ഒന്നും എഴുതണ്ട, ആൻസർ മാത്രം കണ്ടുപിടിച്ച് എഴുതിയാൽ മതി. തേർഡ്, ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ ഓഫ് മോഷൻ ഡിസ്ക്രൈബ്സ് ദ ഇനേർഷ്യ. റൊട്ടേഷണൽ അനലോഗ് ഓഫ് ഫോഴ്സ് ഈസ് ടോർക്ക്. യങ്സ് മോഡുലസ് ഓഫ് റബ്ബർ ഈസ്. യങ്സ് മോഡുലസ് ഓഫ് റബ്ബറാണ് ചോദിച്ചിട്ടുള്ളത്. സാധാരണ തിരിച്ചാൽ പറയും യങ്സ് മോഡുലസ് ഓഫ് സ്റ്റീൽ ഈസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് റബ്ബർ എന്ന് പറയും. അപ്പോൾ ഇവിടെ റബ്ബർ പറഞ്ഞതുകൊണ്ട് എന്താണ് തിരിച്ചു പറയണം? ലെസ് ദാൻ ദാറ്റ് ഓഫ് സ്റ്റീൽ. തെറ്റാനുള്ള ചാൻസ് ഉണ്ട് അവിടെ, ശ്രദ്ധിക്കുക. ഇത് 2020
മാർച്ചിലെ പബ്ലിക് പരീക്ഷയ്ക്ക് മുമ്പ് ഫെബ്രുവരിയിൽ മോഡൽ എക്സാമിനേഷൻ നടത്തും. അപ്പോൾ 2020 ഫെബ്രുവരിയിലെ മോഡൽ എക്സാമിനേഷൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഫോഴ്സസ് ഹാസ് ഷോർട്ടസ്റ്റ് റേഞ്ച് ഓഫ് ഓപ്പറേഷൻ? ഷോർട്ടസ്റ്റ് റേഞ്ച് ഏതാണ്? ന്യൂക്ലിയർ ഫോഴ്സ്. In the uniform circular motion, which of the following physical quantities does not remain constant? ലീനിയർ മൊമെൻറ്റം. പറയാനുള്ള കാരണം എന്താണ്? ലീനിയർ മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് വരിക? P = mv അല്ലേ? സർക്കുലാർ മോഷനിൽ ഇവിടെ വരുമ്പം ഇതിൻ്റെ വെലോസിറ്റി ഡയറക്ഷൻ ഇങ്ങനെ ടാൻജൻഷ്യലായിട്ട്, തൊട്ടപ്പുറത്ത് വരുമ്പോൾ വെലോസിറ്റി ഇങ്ങനെ, അപ്പോൾ ഇങ്ങനെ വന്ന് ടാൻജൻഷ്യലായിട്ടാണ് വെലോസിറ്റിയുടെ ഡയറക്ഷൻ വരുന്നത്. ഓരോ സെക്കൻഡിലും വെലോസിറ്റിയുടെ ഡയറക്ഷൻ മാറുന്നത് കൊണ്ട് ലീനിയർ മൊമെൻറ്റം കണ്ടിന്യൂസ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു. അതാണ് അവിടെ പറഞ്ഞത്. കിലോ വാട്ട് അവർ ഈസ് ദ യൂണിറ്റ് ഓഫ് എനർജി. കുട്ടികളെ എപ്പോഴും തെറ്റിക്കും. PSC പരീക്ഷകൾക്കൊക്കെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. kWh. നമ്മുടെ വീട്ടിലെ ഇലക്ട്രിക് മീറ്ററിൻ്റെ മുകളിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ കാണാം kWh എന്നുള്ളത് കിലോ വാട്ട് അവർ ആണ്. അത് പവറിൻ്റെ യൂണിറ്റ് അല്ല. വാട്ട് കാണുമ്പോൾ പവർ എന്നാ കരുതുക, എനർജിയുടെ യൂണിറ്റ് ആണ്. ബെർണോളിസ് തിയറം ഈസ് ബേസ്ഡ് ഓൺ ഡാഷ്. കൺസർവേഷൻ ഓഫ് എനർജി ഇൻ ഫ്ലൂയിഡ്സ്. കൺസർവേഷൻ ഓഫ് എനർജി എന്ന് പറഞ്ഞാലും മതി. ഫ്ലൂയിഡ്സിൽ എനർജി കൺസർവേഷനാണ് ബെർണോളിസ് തിയറം എന്ന് പറയുന്നത്. റൈറ്റ് മേയേഴ്സ് റിലേഷൻ കണക്റ്റിംഗ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ആൻഡ് യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻറ്റ് Cp - Cv = R. ഇത് മാർച്ച് 2019 The weak nuclear force is stronger than gravitational force. State whether this statement is true or false. Weakest force gravitational force ആണ്. അപ്പോൾ പിന്നെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനേക്കാളും സ്ട്രോങ് ആണ് weak nuclear force. സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണ്. പൊസിഷൻ ടൈം ഗ്രാഫ് ഓഫ് 2 objects given below. At what time the objects meet? ഒരു മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. വളരെ സിമ്പിളായിട്ട് ചിന്തിക്കുക. കാണുമ്പോൾ കൺഫ്യൂഷൻ ഒന്നും ആവേണ്ട. ഇതാ റിലേറ്റീവ് വെലോസിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടാണ് A, V 2 ഒബ്ജക്ട്സ് അവർ മൂവ് ചെയ്യുന്ന ഗ്രാഫ് കാണിച്ചിരിക്കുന്നു. ഇവിടെ ടൈം അല്ലേ, ഇവിടെ പൊസിഷനാണ്. അപ്പോൾ എവിടെയാണ് അവർ മീറ്റ് ചെയ്യുന്നത്? ഇവിടെ എന്ന് പറയുമ്പം ടൈം എത്രയാണ്? 3 seconds. 3 സെക്കൻഡിലാണ് അവർ മീറ്റ് ചെയ്യുന്നത്. റൈറ്റ് എനി 2 പ്രോപ്പർട്ടീസ് ഓഫ് കൺസർവേറ്റീവ് ഫോഴ്സ്. കൺസർവേറ്റീവ് ഫോഴ്സ് എന്ന് പറയുന്നത് പാത്ത് ഇൻഡിപെൻഡൻറ്റ് ഫോഴ്സ് ആണ്. വർക്ക് ഡൺ ബൈ ദ ഫോഴ്സ് 0 ആണ്. 2 പ്രോപ്പർട്ടിയാണ്. അപ്പം ഇത് രണ്ടും എഴുതുക. ഇനി അതല്ലെങ്കിൽ കൺസർവേറ്റീവ് ഫോഴ്സിന് എക്സാമ്പിൾ എഴുതുക. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്, മാഗ്നറ്റിക് ഫോഴ്സ്. സ്റ്റേറ്റ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. സ്റ്റേറ്റ്മെൻറ്റ് എഴുതുക. അതല്ലെങ്കിൽ ഡെൽറ്റ Q = ഡെൽറ്റ U + ഡെൽറ്റ W. ഈ ഇക്വേഷൻ കമ്പൽസറി ആയിട്ട് പഠിച്ചിരിക്കുക. ഇത് 2019 ഇംപ്രൂവ്മെൻ്റ് ആണ്. ദ റൊട്ടേഷണൽ അനലോഗ് ഓഫ് മാസ് ഈസ് കാൾഡ് മൊമെൻ്റ് ഓഫ് ഇനേഷ്യ ഓർ റൊട്ടേഷണൽ ഇനേഷ്യ. വിച്ച് among the following possess the highest specific heat capacity? Water. A light body and a heavy body have equal kinetic energy. Which one has greater momentum? കൈനറ്റിക് എനർജി = P²/2m. കൈനറ്റിക് എനർജിയെ ചുരുക്കി E എന്ന് എഴുതുക. അപ്പോൾ P² ഇവിടെ നിർത്തിയിട്ട് 2m അങ്ങോട്ട് കൊണ്ടുപോവുക. 2me. അപ്പോൾ വരുമ്പോൾ P√2me വരും. കൈനറ്റിക് എനർജി കോൺസ്റ്റൻ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് കോൺസ്റ്റൻ്റായി 2 കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ പിന്നെ P എന്ത് വരും? പ്രൊപ്പോർഷണൽ ടു √m എന്ന് വരും. കാരണം കോൺസ്റ്റൻസിനെ അങ്ങോട്ട് മാറ്റി നിർത്തിയിട്ട് നമ്മൾ പ്രൊപ്പോർഷണാലിറ്റി ആക്കിയപ്പോൾ P പ്രൊപ്പോർഷണൽ ടു √m. അത് എന്താ പറയുന്നത്? മാസ് കൂടിയ ആൾക്ക് മൊമെൻറ്റം കൂടുതൽ, മാസ് കുറഞ്ഞ ആൾക്ക് മൊമെൻറ്റം കുറവ്. മാസിനനുസരിച്ച് മൊമെൻറ്റം കൂടുന്നു എന്നുള്ളതാണ്. മാസും മൊമെൻറ്റവും ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ അല്ലേ? അപ്പോൾ ഇവിടെ എന്താ ചോദിച്ചത്? വിച്ച് വൺ ഹാസ് ഗ്രേറ്റർ മൊമെൻറ്റം എന്നാണ് ചോദിച്ചത് കേട്ടോ. തിരിച്ചും ചോദിക്കാറുണ്ട്. വിച്ച് വൺ ഹാസ് ലെസർ മൊമെൻറ്റം എന്ന് ചോദിക്കാറുണ്ട്. ഓർമ്മയിൽ നിന്ന് എഴുതരുത്. ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ശരിക്കും എഴുതണം. ഇവിടെ ചോദിച്ചത് ഗ്രേറ്റർ ആയതുകൊണ്ട് ഇവിടെ ആൻസർ എന്താണ്? ഹെവി ബോഡി എന്നാണ്. സെലക്ട് ദ സ്ട്രോങ്ങസ്റ്റ് ഫോഴ്സ് ഫ്രം ദി ഫോളോയിങ് ലിസ്റ്റ്. ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ്, സ്ട്രോങ്ങസ്റ്റ് ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ്. The branch of physics that was developed to understand and improve the working of heat engine is thermodynamics. ഇത് മാർച്ച് 2018 ക്വസ്റ്റ്യൻ പേപ്പറാണ്. സ്റ്റേറ്റ് ദ തിയറം ഓഫ് പാരലൽ ആക്സസ് ഓൺ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ. ഒന്നുകിൽ അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഡെഫിനിഷൻ എഴുതുക, അല്ലെങ്കിൽ INE = ICM + MA² എന്ന് എഴുതുക. കൂടുതൽ എക്സ്പ്ലനേഷൻ ഒന്നും വേണ്ട, ഒറ്റ മാർക്കാണ്. തേർഡ് ക്വസ്റ്റ്യൻ, സെലക്ട് ട്രൂ സ്റ്റേറ്റ്മെൻറ്റ് ഫ്രം ദി ഫോളോയിങ്. സ്റ്റേറ്റ്മെൻറ്റ്സ് നിങ്ങൾ വായിക്കുക. അതിനകത്ത് ട്രൂ ആയിട്ടുള്ളത് ഇതാണ്. ഇൻറ്റൻസിറ്റി ഓഫ് ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഹാസ് ദ സെയിം ഡയമെൻഷൻ ആസ് ദാറ്റ് ഓൺ ആക്സിലറേഷൻ. If zero of potential energy is at infinity, the total energy of an orbiting satellite is negative of its dash energy, kinetic energy. What is the time period of seconds pendulum? 2 seconds. ഇത്
മാർച്ച് 2018 ക്വസ്റ്റ്യൻ പേപ്പറാണ്. സ്റ്റേറ്റ്മെൻ്റ് ആണ്, സ്റ്റേറ്റ് ട്രൂ ഓർ ഫോൾസ്. സം കൺസർവേഷൻ ലോസ് ആർ ട്രൂ ഫോർ വൺ ഫണ്ടമെൻ്റൽ ഫോഴ്സ് ബട്ട് നോട്ട് ഫോർ ദ അതേഴ്സ്. ക്വസ്റ്റ്യനിൽ ചെറിയൊരു ക്ലാരിഫിക്കേഷൻ ഉണ്ട്, ക്വസ്റ്റ്യൻ ക്ലിയർ അല്ല. അതുകൊണ്ട് തന്നെ ആ വർഷം ട്രൂ എഴുതിയവർക്കും ഫോൾസ് എഴുതിയവർക്കും മാർക്ക് കൊടുത്തു. ദ ആംഗിൾ ബിറ്റ്വീൻ വെക്ടർ എ ഈക്വൽ ടു ഐ ക്യാപ് പ്ലസ് ജെ ക്യാപ് ആൻഡ് വെക്ടർ ബി ഈക്വൽ ടു ഐ ക്യാപ് മൈനസ് ജെ ക്യാപ് ഈസ് ഡാഷ്. ഒരുപാട് തവണ ഞാൻ ചെയ്ത് തന്നിട്ടുള്ളതാണ്, എങ്കിലും ഒന്നുകൂടെ പറയാം. രണ്ടിൻ്റെയും ഡോട്ട് പ്രൊഡക്റ്റ് കാണുക. വെക്ടർ എ ഡോട്ട് വെക്ടർ ബി കാണുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1 × 1 + 1 - 1 0 കിട്ടും. എന്ന് പറഞ്ഞാൽ വെക്ടർ എ ഡോട്ട് ബി ഈക്വൽ ടു എ ബി കോസ് തീറ്റ. അപ്പോൾ എ ബി കോസ് തീറ്റ ഈക്വൽ ടു 0. ഇങ്ങനെ വരുമ്പോൾ എ 0 ആവില്ല, ബി 0 ആവില്ല. കാരണം എ എന്ന് പറയുന്നത് എന്താണ്? വെക്ടർ എയുടെ മാഗ്നിറ്റ്യൂഡാണ്. അതൊരിക്കലും 0 ആവില്ല. കോസ് തീറ്റ 0 ആവാൻ ചാൻസ് അല്ലേ? എയും ബിയും 0 അല്ലെങ്കിൽ പിന്നെ ഇവിടെ ആർക്കാ ചാൻസ്? കോസ് തീറ്റ ഈക്വൽ ടു 0. അതുകൊണ്ട് കോസ് തീറ്റ 0 എന്ന് പറഞ്ഞാൽ കോസ് തീറ്റ എപ്പോഴാണ് 0 ആവുക? തീറ്റ ഈക്വൽ ടു 90 ഡിഗ്രി ആകുമ്പോൾ. അപ്പോൾ ഇവിടെ ആൻസർ ഏതാണ്? 90 ഡിഗ്രി. നെക്സ്റ്റ്, 3 objects with a mass of 40 kg each are placed in a straight line in 50 cm apart. What is the net gravitational force at the center object due to the other two? ആൻസർ എന്താണ്? 0 ആണ്. Which one of the following relationships between the acceleration a and the displacement x of a particle involves simple harmonic motion? സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ SHMൻ്റെ ആക്സലറേഷൻ ആണ്. സ്റ്റാൻഡേർഡ് ഇക്വേഷൻ എന്താണ്? a = -ω² x അല്ലെങ്കിൽ ω² y അല്ലേ? അപ്പോൾ ഇവിടെ എക്സിലാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഏത് ഇക്വേഷൻ എടുക്കണം? a = -ω² x. അതുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഇക്വേഷൻ ഏതാണുള്ളത്? ഇവിടെ മൈനസ് ഇല്ല, ഇവിടെ മൈനസ് ഉണ്ട്, പക്ഷേ x² ആണ്. നമുക്ക് വേണ്ടത് ω² ആണ്. പിന്നെ ആരാണ്? ഇവിടെ x³ ആണ്. പിന്നെ ഇപ്പോൾ എന്താ വരുന്നത്? ഇതിനോട് പറ്റുന്നത് ഏതാണ്? a = -5x. കാരണം ω² എന്നുള്ളത് എന്താവും? 5 ആവും. അപ്പോൾ ആൻസർ ഏതാണ് ഇവിടെ? a = -5x. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ കമ്പയർ ചെയ്തിട്ടാണ് ആൻസർ എഴുതേണ്ടത്. ദ സ്ട്രെസ് റിക്വയർഡ് ടു ഡബിൾ ദ ലെങ്ത് ഓഫ് എ വയർ ഓഫ് യങ്സ് മോഡുലസ് y ഈസ്. ഒരു മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. സ്ട്രെസ് ബൈ സ്ട്രെയിൻ ഈക്വൽ ടു യങ്സ് മോഡുലസ് y എന്ന് എഴുതി. ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ഡബിൾ ദ ലെങ്ത് എന്ന്. ഒറിജിനൽ ലെങ്ത്തിനേക്കാളും ലെങ്ത് ഡബിൾ ചെയ്യാൻ വേണ്ട സ്ട്രെസ്സാണ് കണ്ടുപിടിക്കേണ്ടത്. ഒറിജിനൽ ലെങ്ത് L എന്ന് എടുത്തോളൂ. അപ്പം ന്യൂ ലെങ്ത് എന്തായിരിക്കും? ഡബിൾ എന്ന് പറയുമ്പോൾ 2L അല്ലേ? ചേഞ്ച് ഇൻ ലെങ്ത് അതായത് ΔL, ഫൈനൽ ലെങ്ത് മൈനസ് ഒറിജിനൽ ലെങ്ത്. അപ്പോൾ 2L - L എന്തായി? L ആയി. സ്ട്രെയിൻ എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത് ആണ്. ചേഞ്ച് ഇൻ ലെങ്ത് ΔL എന്ന് പറയുന്നത് എന്താണ്? L ആണ്. ഒറിജിനൽ ലെങ്ത് L. അപ്പോൾ L/L സ്ട്രെയിൻ എത്ര കിട്ടി? 1 കിട്ടി. അപ്പം നമ്മളിവിടെ ഇക്വേഷനിൽ സ്ട്രെസ് അല്ലേ കാണേണ്ടത്? ഈ സ്ട്രെയിനിനെ ഇങ്ങോട്ട് കൊണ്ടുവരൂ. y × സ്ട്രെയിൻ എന്നല്ലേ ഇക്വേഷൻ വരിക. അപ്പോൾ സ്ട്രെസ് ഈക്വൽ ടു y × സ്ട്രെയിൻ, y × 1, ആൻസർ y. ഓപ്ഷൻസിൽ y ഉണ്ടോ എന്ന് നോക്കൂ. y ഉണ്ട് അല്ലേ? അപ്പോൾ ഏതാണ് ആൻസർ? y. ഇംപ്രൂവ്മെൻറ്റ് 2016 ക്വസ്റ്റ്യനാണ്. നമ്മളിപ്പോൾ ഒരുപാട് തവണ കണ്ടൊരു ക്വസ്റ്റ്യനാണ്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഫണ്ടമെൻ്റൽ ഫോഴ്സസ് ഇൻ നേച്ചർ ബൈൻഡ്സ് പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ്? ഏതാണ്? സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. വെലോസിറ്റി ടൈം ഗ്രാഫ് ഓഫ് എ ബോഡി ഈസ് ഗിവൺ ബിലോ. ഇതിപ്പം തേർഡ് ക്വസ്റ്റ്യനാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു, അതുകൊണ്ട് ഞാനത് പറയുന്നില്ല. ഇപ്പം ഇവിടെ BT ഗ്രാഫ് തന്നിട്ടുണ്ട്. വിച്ച് പോർഷൻ ഓഫ് ദ ഗ്രാഫ് റെപ്രസെൻറ്റ്സ് യൂണിഫോം റിട്ടാർഡേഷൻ? ഇവിടെ ആരാണ് റിട്ടാർഡേഷനിലിരിക്കുന്നത്? BC അല്ലേ? അപ്പോൾ ആൻസർ ഏതാണ്? BC ആണ്. ഇനി യൂണിഫോം ആക്സലറേഷൻ ചോദിച്ചാൽ ഏത് പറയണം കുട്ടികളെ? OA പറയുക. യൂണിഫോം വെലോസിറ്റി അല്ലെങ്കിൽ യൂണിഫോം മോഷൻ ചോദിച്ചാൽ ഏത് പറയണം? AB പറയുക. ഓക്കെ ആണല്ലോ? ഫൈൻഡ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ ടൈം 2 സെക്കൻഡ് ടു 7 സെക്കൻഡ്. 2 മുതൽ 7 സെക്കൻഡ് വരെയുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിക്കുക. അതായത് അത്രയും പോർഷനിലെ ഏരിയ കണ്ടുപിടിക്കുക. VT ഗ്രാഫിൻ്റെ ഏരിയ കണ്ടുപിടിച്ചാൽ എന്ത് കിട്ടും? ഡിസ്പ്ലേസ്മെൻറ്റ് കിട്ടും. അപ്പോൾ ഈ ഒരു പോർഷൻ മാത്രം, ഇത്രയും പോർഷൻ മാത്രം 2 7 - 2 ഇവിടെ 5 അല്ലേ? ഈ ഒരു റെക്റ്റാങ്കിളാണ്. അപ്പോൾ ഇതൊരു റെക്റ്റാങ്കിളാണ്. റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 7 - 2 5. അപ്പോൾ ബ്രെഡ്ത്ത് കിട്ടാനായിട്ട് എന്ത് ചെയ്യണം? ഇവിടെ അല്ലേ? ബ്രെഡ്ത്ത് ഇവിടെ നിന്ന് എത്രയാണ് നിൽക്കുന്നത്? 6ലാണ് നിൽക്കുന്നത്. അപ്പോൾ എന്താണ് വരുന്നത്? ഇവിടെ വെലോസിറ്റി 6ഉം ഇവിടുത്തെ ടൈം എന്ന് പറയുന്നത് 5. ഇപ്പോൾ 6 × 5 30 മീറ്റർ എന്ന് കിട്ടും. 6 × 5 30 മീറ്റർ ഒരു മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. ഐഡൻറ്റിഫൈ ദ സ്കാലാർ ക്വാണ്ടിറ്റി ഫ്രം ദി ഫോളോയിങ് ഓൾട്ടർനേറ്റീവ്സ്. ഇതിൽ നിന്ന് സ്കാലാർ ക്വാണ്ടിറ്റി സെലക്ട് ചെയ്യാൻ മൊമെൻറ്റം വെക്ടറാണ്, ടോർക്ക് വെക്ടറാണ്, ആക്സലറേഷൻ വെക്ടറാണ്, വർക്ക് സ്കാലാറാണ്, അതുപോലെ എനർജി സ്കാലാറാണ്, അതുപോലെ പ്രഷർ സ്കാലാറാണ്, പവർ സ്കാലാറാണ്.
തെറ്റ് വരുന്ന ചാൻസ് ഉള്ള ക്വാണ്ടിറ്റികളാണ് ഈ പറഞ്ഞതെല്ലാം. മാർച്ച് 2016 ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഫോഴ്സ് ഈസ് പ്രസൻറ്റ് ബിറ്റ്വീൻ ഓൾ ഒബ്ജക്ട്സ് ഇൻ യൂണിവേഴ്സ്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. നെയിം ദ പ്രിൻസിപ്പിൾ യൂസ്ഡ് ടു ചെക്ക് ദ കറക്റ്റ്നെസ് ഓഫ് ആൻ ഇക്വേഷൻ. നെയിം മാത്രം എഴുതിയാൽ മതി, സ്റ്റേറ്റ്മെൻറ്റ് വേണ്ട. പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി ഓഫ് ഡയമെൻഷൻ. വാട്ട് ഇസ് ദ നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഇൻ 0.00820? പോയിൻ്റ് കഴിഞ്ഞ് വരുന്ന ഈ 0 പരിഗണിക്കില്ല, പക്ഷേ ഈ ലാസ്റ്റ് 0 കൺസിഡർ ചെയ്യണം. അതുകൊണ്ട് 1, 2, 3. വെലോസിറ്റി ടൈം ഗ്രാഫ് ഓഫ് ആൻ ഒബ്ജക്റ്റ് ഈസ് ഗിവൺ ബിലോ. വാട്ട് ടൈപ്പ് ഓഫ് മോഷൻ ഈസ് ഇൻഡിക്കേറ്റഡ് ബൈ ദ എബോ ഗ്രാഫ്? വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 90% കുട്ടികളും തെറ്റിക്കുന്ന ഒരു ക്വസ്റ്റ്യനുമാണ്. കൃത്യമായിട്ട് ആൻസർ എഴുതുക. ഇവിടെ ടൈമിനനുസരിച്ച് വെലോസിറ്റി കൂടുന്നു എന്നാണ് കാണിച്ചിട്ടുള്ളത് അല്ലേ? അപ്പോൾ ഇവിടെ ആക്സിലറേഷൻ സംഭവിക്കുന്നുണ്ട്. യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ എന്നെഴുതണം. അതിന് പകരം കുട്ടികൾ എഴുതുക യൂണിഫോം മോഷൻ എന്നെഴുതും. യൂണിഫോം മോഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് മീനിങ്? യൂണിഫോം വെലോസിറ്റി എന്നാണ് ഗ്രാഫിൽ. യൂണിഫോം വെലോസിറ്റി എന്ന് എഴുതി കഴിഞ്ഞാൽ എന്താ വരിക? ഇതിലെ ക്വാണ്ടിറ്റി, വൈയിലെ ക്വാണ്ടിറ്റി യൂണിഫോം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഗ്രാഫ് എങ്ങനെയായിരിക്കും വരിക? എക്സിന് പാരലായിട്ടുള്ളൊരു ഷേപ്പല്ലേ വരിക. അപ്പോൾ നിങ്ങൾ യൂണിഫോം വെലോസിറ്റി എന്ന് എഴുതി കഴിഞ്ഞാൽ എന്താ കുഴപ്പം? ആ ഗ്രാഫ് ഇങ്ങനെയാണ് വരേണ്ടത്. യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ എന്ന് എഴുതണം. ഇവിടെ വെലോസിറ്റി ആണെങ്കിൽ, ഇവിടെ എക്സ് ആണെങ്കിൽ, പൊസിഷൻ ടൈം ഗ്രാഫ് ആണെങ്കിൽ നിങ്ങളിങ്ങനെ യൂണിഫോം മോഷൻ എഴുതിയാൽ കറക്റ്റാണ്. പക്ഷേ ഇവിടെ വെലോസിറ്റി ആണെങ്കിൽ ഇതിനെ യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ എന്നാണ് എഴുതേണ്ടത്. ദ റേഷ്യോ ഓഫ് വെലോസിറ്റി ടു സ്പീഡ് ഓഫ് ആൻ ഒബ്ജക്റ്റ് ഈസ്. വെലോസിറ്റി ടു സ്പീഡാണ്, അതുകൊണ്ട് ഐദർ ലെസ് ദാൻ 1 ഓർ ഈക്വൽ ടു 1. സ്പീഡ് ടു വെലോസിറ്റി ആണെങ്കിൽ ഗ്രേറ്റർ ദാൻ 1 ഓർ ഈക്വൽ ടു 1. വാട്ട് ആർ ദി വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ കമ്പോണൻസ് ഓഫ് വെലോസിറ്റി? അതിന് മുമ്പ് ക്വസ്റ്റ്യൻ ഒരു പാരഗ്രാഫ് പറഞ്ഞിട്ടുണ്ട്. പ്രൊജക്റ്റൈൽ മോഷൻ ആണെന്ന് മനസ്സിലാവുന്ന ഒരു ക്വസ്റ്റ്യനാണ്. വാട്ട് ആർ ദ വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ കമ്പോണൻസ് ഓഫ് വെലോസിറ്റി? അതായത് യു കോസ് തീറ്റ ആൻഡ് യു സൈൻ തീറ്റ എന്നെഴുതുക, അല്ലെങ്കിൽ യു എക്സ് ആൻഡ് യു വൈ എന്നെഴുതുക. ദെൻ എ ബോൾ ഈസ് ഡ്രോപ്ഡ് ത്രൂ ദ വിൻഡോ ഓഫ് എ ട്രെയിൻ ട്രാവലിംഗ് വിത്ത് ഹൈ വെലോസിറ്റി ടു എ മാൻ സ്റ്റാൻഡിങ് നിയർ ദ ട്രാക്ക്. ദ ബോൾ ഈസ്, ഓപ്ഷൻസ് വായിക്കുക, എന്താണ്? ഫോളോസ് എ പരാബോളിക് പാത്ത്. ഫോർത്ത് വൺ, ഫോളോസ് എ പരാബോളിക് പാത്ത്. മാർച്ച് 2015 ക്വസ്റ്റ്യനാണ്. വീക്കസ്റ്റ് ഫോഴ്സ് ഇൻ നേച്ചർ ഈസ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് 98 ഫാരൻഹീറ്റ് ഈക്വൽ ടു ഡാഷ് കെൽവിൻ. ഇതെങ്ങനെ പ്രോബ്ലം ആണ്, ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുന്ന പാർട്ട് 3 ഞാൻ വിശദമായിട്ട് ബോർഡിൽ എഴുതി കാണിച്ചു തരുന്നുണ്ട്. അത് നോക്കി പഠിക്കുക. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വെൻ ഡസ് എ റിയൽ ഗ്യാസ് അപ്രോച്ച് ഐഡിയൽ ബിഹേവിയർ? വെൻ ഡസ് എ റിയൽ ഗ്യാസ് അപ്രോച്ച് ഐഡിയൽ ബിഹേവിയർ? അതായത് അറ്റ് ലോ പ്രഷർ ഓർ ഹൈ ടെമ്പറേച്ചർ. അതിൻ്റെ കൂടെ ചോദിക്കുന്ന വേറൊരു ക്വസ്റ്റ്യൻ, ഡിഫൈൻ ദ ലോ ഓഫ് ഇക്വിപാർട്ടീഷൻ ഓഫ് എനർജി. ഇക്വിപാർട്ടീഷൻ ഓഫ് എനർജി, അതുപോലെ മീൻ ഫ്രീ പാത്ത്, ഇതിൻ്റെയൊക്കെ ഡെഫിനിഷൻ ടെക്സ്റ്റ് ബുക്ക് നോക്കിയോ നോട്ട് നോക്കിയോ നിങ്ങൾ പഠിക്കണം. ഡ്രോ സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ് ഓഫ് എ റബ്ബർ ബാൻഡ്. റബ്ബർ ബാൻഡിൻ്റെ പ്രത്യേകത, റബ്ബർ ബാൻഡ് ഒരു ഇലാസ്റ്റമർ ആണ് എന്നുള്ളതാണ്. ഇലാസ്റ്റമറിൻ്റെ പ്രത്യേകത എന്താണെന്ന് പഠിക്കണം. റബ്ബർ ബാൻഡ് ഇലാസ്റ്റമറിന് എക്സാമ്പിളാണ്. അതുപോലെ അയോട്ട എന്ന് പറയുന്നതും ഇലാസ്റ്റമറിന് എക്സാമ്പിളാണ്. സാധാരണ സ്ട്രെസ് സ്ട്രെയിൻ കർവ് വരയ്ക്കുന്നത് പോലെയല്ല, ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ ഒരു കർവാണ്. ഇവിടെ സ്ട്രെസ്, ഇവിടെ സ്ട്രെയിൻ. ഇതാണ് റബ്ബർ ബാൻഡിൻ്റെ സ്ട്രെസ് സ്ട്രെയിൻ കർവ്. റോപ്പ് ഓഫ് ക്രെയിൻസ് ഈസ് മേഡ് ഓഫ് റബ്ബർ ഓഫ് നമ്പർ ഓഫ് തിൻ വയേഴ്സ് ബ്രൈഡഡ് ടുഗദർ. വൈ? ടു ഇൻക്രീസ് ഫ്ലെക്സിബിലിറ്റി ഓർ ടു ഇൻക്രീസ് സ്ട്രെങ്ത്. പൊസിഷൻ ടൈം ഗ്രാഫ് ഓഫ് എ ബോഡി ഈസ് ഗിവൺ. പൊസിഷൻ ടൈം ഗ്രാഫ് തന്നിട്ടുണ്ട്. എസ്റ്റിമേറ്റ് ദ വെലോസിറ്റി ഡ്യൂറിങ് ദ ടൈം ഇൻ്റർവൽ t ഈക്വൽ ടു 2 സെക്കൻഡ് ടു t ഈക്വൽ ടു 3 സെക്കൻഡ്. ഈ ഇൻ്റർവെലിനിടയിലുള്ള വെലോസിറ്റി കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? പൊസിഷൻ ടൈം ഗ്രാഫാണ് അല്ലേ? ഈ ഭാഗത്തെ സ്ലോപ്പ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഇത്രയും ടൈമിനിടയിലുള്ളതായതുകൊണ്ട് ഇത്രയും ഭാഗത്തെ സ്ലോപ്പ് കണ്ടുപിടിക്കുക. ഇവിടെ നിങ്ങളൊരു ട്രയാങ്കിൾ അങ്ങ് വരയ്ക്കുക. എന്നിട്ട് ഇവിടെ ടാൻ തീറ്റ കാണുക. 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. എല്ലാ സ്റ്റെപ്പും ഒന്ന് എഴുതുന്നത്. ടാൻ തീറ്റ എന്ന് പറയുമ്പോൾ എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. ഓപ്പോസിറ്റ് സൈഡ് ഇത്രയും ഡിസ്റ്റൻസ് കാണണം. ഇത്രയും ഡിസ്റ്റൻസ് ഇത് കാണാനായിട്ട് സ്കെയിൽ വെച്ച് ഇവിടെ മെഷർ ചെയ്യല്ല, ഇതിങ്ങോട്ട് കൊണ്ടുപോവുക. 30 അല്ലേ? 30. ഇതിവിടെ എത്രയാണ്? 10. അപ്പം 30 മൈനസ് 10. 30 മൈനസ് 10 അഡ്ജസൻറ്റ് സൈഡ്. ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് കിട്ടി, 30 മൈനസ് 10 എന്ന് കിട്ടി. ഇനി അഡ്ജസൻറ്റ് സൈഡ് എന്ന് പറയുമ്പോൾ ഏതാണ്? ഇതെങ്ങനെയാണ് കണ്ടുപിടിക്കുക? 3 മൈനസ് 2 അല്ലേ? ഫൈനൽ പോയിന്റ് മൈനസ് ഇനീഷ്യൽ പോയിന്റ്. അപ്പോൾ ഫൈനൽ ടൈം മൈനസ് ഇനീഷ്യൽ ടൈം 3 മൈനസ് 2. അപ്പോൾ 30 മൈനസ് 10 ബൈ 3 മൈനസ് 2. 3 മൈനസ് 2 എന്ന് പറഞ്ഞാൽ 1. ഇതൊക്കെ ഒരു മനക്കണക്കായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ 30 മൈനസ് 10 എന്ന് പറഞ്ഞാൽ 20. 20 ബൈ 1 എന്ന് പറഞ്ഞാൽ എന്താണ്? 20 മീറ്റർ പെർ സെക്കൻഡ്. വെലോസിറ്റിയാണ് ചോദിച്ചത്.
അല്ലേ? വെലോസിറ്റി ചോദിച്ചതുകൊണ്ട് യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ്. ഇംപ്രൂവ്മെൻറ്റ് 2017 ജൂലൈയിലെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇത് ഇമ്പോർട്ടൻ്റ് എന്നല്ല കേട്ടോ, ഇംപ്രൂവ്മെൻറ്റ് എന്നുള്ളതാണ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഈസ് ഓൾവേസ് അട്രാക്റ്റീവ് വേറാസ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഈസ് അട്രാക്റ്റീവ് ആസ് വെൽ ആസ് റിപ്പൾസീവ്. റേഷ്യോ ഓഫ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആൻഡ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ബിറ്റ്വീൻ 2 പ്രോട്ടോൺസ് ഈസ് 10⁻36 എന്നുള്ള ആൻസർ അങ്ങ് ബൈഹേർട്ട് പഠിക്കുക. അത് ചെയ്യാനാണെങ്കിൽ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു പ്രോബ്ലമാണ്. പ്രോട്ടോൺ ഇടയിലുള്ള ഫോഴ്സ്, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്ന് പറയുന്നത് കുളുംസ് ഫോഴ്സ് ആണ്. കുളുംസ് ഫോഴ്സിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് K(Q1Q2)/r² ആണ്. സെക്കൻഡ് ഇയർ ഫസ്റ്റ് ചാപ്റ്ററിൽ നിങ്ങൾ പഠിക്കും. പിന്നെ പ്രോട്ടോൺ ഇടയിലുള്ള ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് Gm1m2/r². റെസിപ്രോക്കലിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ r² പോയി പ്രോട്ടോണിൻ്റെ ചാർജൊക്കെ കൂടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 1.2 × 10⁻36 എന്ന് വരും. അപ്പോൾ അങ്ങനെയാണ് ഇത് വന്നിട്ടുള്ളത്. റിസൾട്ട് അങ്ങ് ബൈഹേർട്ട് പഠിച്ചാൽ മതി. ആ ഒരു വർഷം അത് ചോദിച്ചിട്ടുള്ളൂ, പിന്നെ ചോദിച്ചിട്ടൊന്നുമില്ല. എൻട്രൻസിന് പോകുന്നവരൊന്ന് മനസ്സിലാക്കി വെക്കുക. Beside the 7 base units, there are 2 more units in SI. The unit of solid angle is steradian. Unit of angle is radian. ഇവിടെ സോളിഡ് ആംഗിൾ ആണ് ചോദിച്ചിട്ടുള്ളത്, അതുകൊണ്ട് സ്റ്റെറേഡിയൻ ആണ് കേട്ടോ. Which one of the following is a dimensional constant? അതാണ് ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻറ്റ്. അതിൻ്റെ ഡയമെൻഷൻ കണ്ടുപിടിക്കാനുള്ളതും കൂടെ ഒന്ന് പഠിച്ചേക്കുക. F= Gm1m2/r². G അവിടെ നിർത്തിയിട്ട് Fr²/m1m2 എന്ന് ഡയമെൻഷൻ എഴുതുക, സിംപ്ലിഫൈ ചെയ്യുക. Position time graph of an object in uniform motion is position time graph of an object in uniform motion. A straight line inclined to both x and y axis. അതിന് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്, അപ്പുറത്തെ പേജിലാണ്. ഇതല്ല, ഇത് ഓപ്ഷൻ തെറ്റാണ്. സ്ട്രൈറ്റ് ലൈൻ പാരലൽ ടു ടൈം ആക്സിസ് അല്ല, അത് വെലോസിറ്റി ടൈം ഗ്രാഫ് ആണെങ്കിൽ ഇത് ആൻസർ കറക്റ്റാണ്. ഇവിടെ എക്സ് ടി ഗ്രാഫ് ആയതുകൊണ്ട് യൂണിഫോം മോഷന് സ്ട്രൈറ്റ് ലൈൻ ഇൻക്ലൈൻഡ് ടു ബോത്ത് എക്സ് ആൻഡ് വൈ ആക്സിസ് ആണ്. അല്ലെങ്കിൽ ഇങ്ങനെയും പറയാം, എ സ്ട്രൈറ്റ് ലൈൻ ഇൻക്ലൈൻഡ് ടു ദ ടൈം ആക്സിസ് എന്ന് പറഞ്ഞാലും മതി. ഇതാണ് അതിൻ്റെ കറക്റ്റ് ഓപ്ഷൻ. ദ പാത്ത് ഓഫ് എ പ്രൊജക്ടൈൽ ഈസ് ഡാഷ് പരാബോള. ഇവിടെ മാർച്ച് 2014 ക്വസ്റ്റ്യൻ പേപ്പറാണ് കേട്ടോ. നമ്മൾ 2014 2020 നിന്ന് തുടങ്ങി 2014 എത്തിയിട്ടുണ്ട്. ഇവിടെ കെൽവിൻ സ്കെയിൽ, സെൽഷ്യസ് സ്കെയിൽ, ഫാരൻഹീറ്റ് കൺവേർഷനാണ്, ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ആണ്. ഞാൻ പറഞ്ഞു മോഡൽ എക്സാമിനേഷൻ്റെ പാർട്ട് 3 ഞാനിതിൻ്റെ കൺവേർഷൻ പഠിപ്പിക്കുന്നുണ്ട്. അവിടെ നോക്കി അത് മനസ്സിലാക്കുക. ഇവിടെ കെൽവിനിൽ നിന്ന് സെൽഷ്യസിലേക്ക് മാറ്റാനായിട്ട് 273.15 സബ്ട്രാക്റ്റ് ചെയ്യണം. ഇവിടെ നിന്ന് 273.15 സബ്ട്രാക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് 100 ഡിഗ്രി സെൽഷ്യസ് കിട്ടും. ഫാരൻഹീറ്റ് ഇവിടെ തന്നിട്ടുണ്ട്. ഇവിടെയാണെങ്കിൽ ഡിഗ്രി സെൽഷ്യസിൽ നിന്ന് കെൽവിനിലേക്ക് പോകാനായിട്ട് ഇതിനോടുകൂടി 273.15 ആഡ് ചെയ്യണം. ഇവിടെ നിന്ന് ഇങ്ങോട്ട് മാറ്റാനായിട്ട് 273.15 സബ്ട്രാക്റ്റ് ചെയ്യുമ്പോൾ -273.15 വരും. പിന്നെ ഫാരൻഹീറ്റിൽ 32 ഫാരൻഹീറ്റ്, അത് ഞാൻ കൺവേർഷൻ ഇവിടെ പഠിപ്പിച്ചിട്ടുണ്ട്, അത് നോക്കി മനസ്സിലാക്കുക. ഇത്രയാണ് ഇവിടെ. Centripetal force F = mv²/r. Write the dimension of force. ഇപ്പോൾ F = ma ഉപയോഗിച്ചുകൊണ്ട് എഴുതിയാൽ പോരാ, അതിനാണ് ഇവിടെ F = mv²/r എന്ന് പറഞ്ഞിട്ടുള്ളത്. അത് ഉപയോഗിച്ച് തന്നെ ചെയ്യണം. ഡയമെൻഷൻ ഓഫ് F = ഡയമെൻഷൻ ഓഫ് m v-യുടേത് LT⁻⁻1, അതിന് സ്ക്വയർ ഉണ്ട്, വിട്ടുപോകരുത്. r-ന് l. അപ്പോൾ m സ്ക്വയർ ചെയ്യുമ്പോൾ ഇവിടെ l² T⁻², -1 × 2 -2 / l. അപ്പം ഈ ഒരു L ഇവിടെ 1 ക്യാൻസൽ ചെയ്ത് പോകും, ബാക്കി ഒരു L അവിടെ ബാക്കിയുണ്ട്. അപ്പോൾ ml T⁻². നമ്മുടെ F = ma ഉപയോഗിക്കുമ്പോഴും അത് തന്നെയാണ് അല്ലേ. ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഇൻ 0.050. ഇവിടെ ഈ പോയിൻ്റ് കഴിഞ്ഞ് ആദ്യം വരുന്ന 0 നമുക്ക് വേണ്ട, പക്ഷേ ഈ ലാസ്റ്റ് 0 വേണം. അങ്ങനെ എത്ര എണ്ണം ഉണ്ട്? 1 2. അപ്പോൾ ഇവിടുത്തെ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് 2 ആണ്. ഫോക്കസ് ഏരിയയിൽ ഇല്ല എന്നോർത്തൊന്നും ഒഴിവാക്കണ്ട, ഇതൊക്കെ പെട്ടെന്ന് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. ഇംപ്രൂവ്മെൻറ്റ് 2014. മാച്ച് ദ ഫോളോയിങ്. കെപ്ലേഴ്സ് ലോസ്, പ്ലാനറ്ററി മോഷൻ, ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻറ്റ് ഏതാണ്? 6.67 × 10⁻11. വെലോസിറ്റി LT⁻⁻1. ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ ഓഫ് മോഷൻ, ഇനേർഷ്യ. ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി 9.8 m/s². ഡിസ്റ്റൻസ് സ്കാലാർ. When does average velocity become equal to the instantaneous velocity? യൂണിഫോം മോഷനിലാണ് ആവറേജ് വെലോസിറ്റിയും ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റിയും ഈക്വൽ ആകുന്നത്. അതുപോലെ സ്പീഡോമീറ്റർ ഷോസ് ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി കേട്ടോ. സ്പീഡോമീറ്റർ ഷോസ് ഇൻസ്റ്റൻറ്റേനിയസ് സ്പീഡ് അല്ലെങ്കിൽ ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി.
Action and reaction are equal and opposite, yet they don't cancel each other. Why? They are acting at different objects, so they don't cancel each other. Dimensionless unitless physical quantity, strain. A dimensionless physical quantity but having unit in SI system, angle. Two physical quantities which have same dimension. ഒരുപാടെണ്ണം ഉണ്ട്. വർക്ക്, എനർജി, ടോർക്ക്, അതിനെല്ലാം ഒരേ ഡയമെൻഷനാണ്. അതുപോലെ പ്രഷർ, സ്ട്രെസ്, അതൊക്കെ ഒരേ ഡയമെൻഷൻ വരുന്ന പെയറാണ്. ഇത് 2018 ഫെബ്രുവരിയിലെ മോഡലിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് കേട്ടോ. നെയിം ദ വീക്കസ്റ്റ് ഫോഴ്സ് അമംഗ് ദ ഫണ്ടമെൻ്റൽ ഫോഴ്സ്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. വർക്ക് ഡൺ ഡ്യൂറിങ് ആൻ ഐസോകോറിക് പ്രോസസ് ഈസ് 0. ഇതുവരെ കാണാത്തൊരു ക്വസ്റ്റ്യനാണ് 0. ഹൈവേ പോലീസ് ഡിറ്റക്ട് ഓവർ സ്പീഡിംഗ് വെഹിക്കിൾസ് ബൈ യൂസിങ് ഡാഷ്. വേവ്സിൽ ഫോക്കസ് ഏരിയയിൽ ഇല്ലാത്തത് കൊണ്ട് പലരും കണ്ടിട്ടുണ്ടാവില്ല. ഡോപ്ലർ എഫക്റ്റ് ആണ്. ഇത് വളരെ നല്ലൊരു ക്വസ്റ്റ്യനാണ്. 2 മാർക്കിലൊക്കെയാണ് പലപ്പോഴും, അതുകൊണ്ടാണ് ഇതുവരെ ഡിസ്കസ് ചെയ്യാതെ പോയത്. അറിഞ്ഞിരിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് കേട്ടോ. 2 forces 3 Newton and 4 Newton are acting perpendicular to each other. The magnitude of the resultant force is. ഇത് നമ്മുടെ പാരലോഗ്രാം ലോയിൽ വരുന്നതാണ്. ഇവിടെ അത് പെർപെൻഡിക്കുലറായി സാധാരണ വരുമ്പം ഇങ്ങനെ 2 ഫോഴ്സ് തന്നിട്ട് അതിൻ്റെ റിസൾട്ടൻ്റ് കാണാൻ പറയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? റൂട്ട് ഓഫ് A² + B² + 2AB cos θ എന്നുള്ള ഇക്വേഷൻ ഉപയോഗിക്കണം. ഇവിടെ പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് കോസ് തീറ്റയിൽ കോസ് 90 ആയി. കോസ് 90 ആയി കഴിഞ്ഞാൽ പിന്നെ ആ ടേം മുഴുവൻ 0. റൂട്ട് ഓഫ് A² + B² + 2AB cos θ, 2AB cos θ മുഴുവൻ പോയി, കാരണം കോസ് 90. പിന്നെ ബാക്കിയുള്ളത് റൂട്ട് ഓഫ് A² + B² അല്ലെങ്കിൽ റൂട്ട് ഓഫ് P² + Q². ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഇങ്ങനെ അങ്ങ് ചെയ്താൽ മതി. റിസൾട്ടൻ്റ് ആണ്. ജസ്റ്റ് ഇത് ആഡ് ചെയ്ത് വെക്കുകയല്ല. 3 + 4 7 എന്ന് എഴുതുകയല്ല. റൂട്ട് ഓഫ് 3² + 4² റൂട്ട് ഓഫ് 25. ഇവിടെ ആൻസർ 5 ന്യൂട്ടൺ ആണ്. ഇതുപോലെ സ്ഥിരം 2 മാർക്കിൻ്റെ സെക്ഷൻസിലൊക്കെയാണ് കാണാറുള്ളത്. അതുകൊണ്ട് നിങ്ങളിത് ചെയ്ത് പഠിക്കുക. നെക്സ്റ്റ്, സേ ട്രൂ ഓർ ഫോൾസ്. ട്രേഡ് വിൻസ് ആർ പ്രൊഡ്യൂസ്ഡ് ഡ്യൂ ടു കണ്ടക്ഷൻ. ഫോൾസ് ആണ്. ട്രേഡ് വിൻഡ് എന്ന് പറഞ്ഞാൽ വാണിജ്യവാതകങ്ങളാണ് പറയുക. വാണിജ്യവാതകങ്ങളുടെ കാരണം കൺവെക്ഷൻ ആണ്, കണ്ടക്ഷൻ അല്ല. ഇതും ഒരു മോഡലിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. റൈറ്റ് ദ സ്ട്രോങ്ങസ്റ്റ് ഫോഴ്സ് അമംഗ് ദി ഫോളോയിങ്. ന്യൂക്ലിയർ ഫോഴ്സ്. ന്യൂക്ലിയറിൽ സ്ട്രോങ്ങും വീക്കും ഇവിടെ പറയാത്തത് കൊണ്ട് ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് ജനറലായിട്ട് പറയാം. റൈറ്റ് നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്. ഇവിടെ പോയിന്റ് കഴിഞ്ഞാൽ ആദ്യത്തെ 0 നമുക്ക് വേണ്ട, ബാക്കി 2 എണ്ണം, അതുകൊണ്ട് ഇവിടെ 2, ഇവിടെ 1 6, ഇത് 2. റൈറ്റ് ദ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഹാവിങ് സെയിം യൂണിറ്റ് ആൻഡ് ഡയമെൻഷൻ ആസ് ദാറ്റ് ഓഫ് ലീനിയർ മൊമെൻറ്റം. ഏതാണ്? ഇമ്പൾസ്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഫൈൻഡ് ദ ആംഗിൾ ബിറ്റ്വീൻ വെക്ടർ എ ആൻഡ് വെക്ടർ ബി 90 ഡിഗ്രി. റൊട്ടേഷണൽ അനലോഗ് ഓഫ് മാസ് ഇ ഇൻ ലീനിയർ മൊമെൻറ്റം ഈസ് മൊമെൻ്റ് ഓഫ് ഇനേഷ്യ അല്ലെങ്കിൽ റൊട്ടേഷണൽ ഇനേഷ്യ. ഇത് പബ്ലിക് എക്സാം ഒന്നുമല്ല, ഒരു ആനുവൽ യൂണിറ്റ് ടെസ്റ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് റിജിഡ് ബോഡി ഈസ് ഡാഷ്. മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞാൽ യങ്സ് മോഡുലസ്, യങ്സ് സ്ട്രെസ് ബൈ സ്ട്രെയിൻ. റിജിഡ് ബോഡി ആകുമ്പോൾ സ്ട്രെയിൻ ഇല്ല, ഇല്ലാത്തത് 0. അപ്പോൾ സ്ട്രെസ് ബൈ 0 വരും, അതായത് ഇൻഫിനിറ്റി വരും. ഇവിടെ ആൻസർ എന്താണ്? ഇൻഫിനിറ്റി. The working principle of dentist chair is Pascal's law. Heat engine is a device used to convert dash energy into dash energy, heat energy into mechanical energy. State true or false. The velocity of a particle executing SHM is maximum at the extreme position. Extreme velocity 0 ആണ്. എക്സ്ട്രീമിൽ വെലോസിറ്റി 0 ആണ്. സ്റ്റേറ്റ്മെൻറ്റ് ഫോൾസ് ആണ്. വെലോസിറ്റി എവിടെയാണ് മാക്സിമം? ഇക്ലിബ്രിയത്തിൽ അല്ലേ? എക്സ്ട്രീമിൽ 0യും ഇക്ലിബ്രിയത്തിൽ മാക്സിമവുമാണ്. അതുകൊണ്ട് തന്നെ കൈനറ്റിക് എനർജി മാക്സിമം എവിടെയാണ്? ഇക്ലിബ്രിയത്തിൽ. വെൻ എയർ ഈസ് ബ്ലോൺ ബിറ്റ്വീൻ 2 balls shown in figure, will they repel or attract? Justify your answer. ബെർണോളിസ് പ്രിൻസിപ്പിളിൻ്റെ ബേസിലാണെന്ന് പറയേണ്ടത്. ഇവിടെ അട്രാക്റ്റ് ചെയ്യും. കാരണം എന്താണ്? ഇതിൻ്റെ ഇടയിൽ കൂടെ ഊതുമ്പോൾ ഇവിടുത്തെ എയറിൻ്റെ വെലോസിറ്റി കൂടും. വെലോസിറ്റി കൂടുമ്പോൾ ഇവിടെ പ്രഷർ കുറയും. പ്രഷർ കുറയുമ്പം ഇവിടെ 2 ഭാഗത്തും പ്രഷർ കൂടുതലാണ്. അപ്പോൾ ഈ 2 ഭാഗത്തും കൂടിയ ഭാഗത്ത് നിന്ന് കുറഞ്ഞ ഭാഗത്തേക്ക് ഇത് അട്രാക്റ്റ് ചെയ്യുന്നതുകൊണ്ട് ഇത് അടുക്കും. പ്രഷർ കുറഞ്ഞ ഭാഗത്തേക്ക് കൂടിയ ഭാഗത്തു നിന്ന് ഒഴുകില്ലേ? ഇപ്പോൾ 2 ഭാഗത്തു നിന്ന് സെൻറ്ററിലേക്ക് വരുമ്പോൾ ഇവിടെ ഇത് 2ഉം കൂടെ അടുക്കും. അതുകൊണ്ടാണ് അട്രാക്റ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞത്.
മാർച്ച് 2013 ക്വസ്റ്റ്യൻ പേപ്പറാണ് കേട്ടോ. പിക്ക് ഔട്ട് ദി ഫണ്ടമെൻ്റൽ യൂണിറ്റ് ഫ്രം ദി ഫോളോയിങ്. ഇതിന്ന് ഫണ്ടമെൻ്റൽ യൂണിറ്റിനെ സെലക്ട് ചെയ്യണം. ഇതിൽ സെക്കൻഡാണ് ഫണ്ടമെൻ്റൽ യൂണിറ്റ്, ബാക്കിയെല്ലാം തന്നെ ഡിറൈവ്ഡ് യൂണിറ്റ്സ് ആണ്. ദെൻ മാച്ച് ദ ഫോളോയിങ്. ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ ഏതാണ്? ലോ ഓഫ് ഇനേഷ്യ. കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻറ്റം. മൊമെൻറ്റം ബിഫോർ കൊളീഷൻ ഈക്വൽ ടു മൊമെൻറ്റം ആഫ്റ്റർ കൊളീഷൻ. ന്യൂട്ടൺസ് തേർഡ് ലോ ആക്ഷൻ റിയാക്ഷൻ. ഇമ്പൾസ് ചേഞ്ച് ഇൻ മൊമെൻറ്റം. ഇമ്പൾസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ മൊമെൻറ്റം എന്ന് നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറുകൾ ഇപ്പോൾ കണ്ടു കഴിഞ്ഞു അല്ലേ. ദർ ആർ 3 ഡിസ്റ്റിങ് മോഡ്സ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ. ഫോക്കസ് ഏരിയയിലില്ല, അറിഞ്ഞിരിക്കുക. കണ്ടക്ഷൻ, കൺവെക്ഷൻ, റേഡിയേഷൻ ആണ് 3 ഡിസ്റ്റിങ് മോഡ്സ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ. ദ മെയിൻ മോഡ് ഓഫ് ട്രാൻസ്മിഷൻ ഓഫ് ഹീറ്റ് ബൈ വിച്ച് ദ സൺ ഹീറ്റ്സ് സർഫസ് ഓഫ് എർത്ത് ഈസ് ഡാഷ്. ഒരു GK ആണ്. റേഡിയേഷൻ, വികിരണം വഴിയാണ് സൺ എർത്തിനെ ഹീറ്റ് ചെയ്യുന്നതെന്നൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇതും ഫോക്കസ് ഏരിയയിൽ ഇല്ലാത്തതാണ്, പക്ഷേ സാധാരണ നമുക്കറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. സ്മോൾ വാട്ടർ ഡ്രോപ്പ് പ്ലേസ്ഡ് ഓൺ എ ലോട്ടസ് ലീഫ് ഈസ് സ്ഫെറിക്കൽ ഇൻ ഷേപ്പ്. ഇത് നോക്കൂ. വൈ ഡസ് ദ സ്മോൾ വാട്ടർ ഡ്രോപ്പ് അക്വയർ എ സ്ഫെറിക്കൽ ഷേപ്പ്? എഴുതുക. ഡ്യൂ ടു സർഫസ് ടെൻഷൻ. ഇനി ഡിഫൈൻ സർഫസ് ടെൻഷൻ. Surface tension of a liquid is defined as the force acting on a unit length on the surface of liquid. അതല്ലെങ്കിൽ സർഫസ് ടെൻഷൻ ഈക്വൽ ടു ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് എന്നെഴുതിയാലും മതി. സർഫസ് ടെൻഷൻ്റെ ആപ്ലിക്കേഷൻസ് ആണ് കൂടുതലും ചോദിക്കുന്നത്. വാട്ടർ ഡ്രോപ്സ് സ്ഫെറിക്കൽ ഷേപ്പ് ആയിരിക്കുന്നതിൻ്റെ കാരണമൊക്കെ സർഫസ് ടെൻഷൻ തന്നെയാണ്. ഇത് ഇംപ്രൂവ്മെൻറ്റ് 2013 ആണ്. ദ വീക്കസ്റ്റ് ഫോഴ്സ് ഫൗണ്ട് ഇൻ നേച്ചർ. ഇനി ഞാനത് ആൻസർ പറയണ്ടല്ലോ. സെക്കൻഡ് വൺ, പിക്ക് ദ ഓഡ് വൺ ഔട്ട് ഫ്രം ദി ഫോളോയിങ്. അതായത് അറ്റോമൈസർ, ഹൈഡ്രോളിക് ലിഫ്റ്റ്, വെഞ്ചുറിമീറ്റർ, എയറോഫോയിൽ. ഇതിൽ ഹൈഡ്രോളിക് ലിഫ്റ്റ് ഒഴിച്ച് ബാക്കി എല്ലാം തന്നെ ബെർണോളിസ് പ്രിൻസിപ്പിളിൻ്റെ ആപ്ലിക്കേഷൻസ് ആണ്. ബെർണോളിസ് പ്രിൻസിപ്പിളിൻ്റെ ആപ്ലിക്കേഷൻസ് നിങ്ങൾക്ക് ഫോക്കസ് ഏരിയയിലില്ല, പക്ഷേ അതിൻ്റെ ഡെറിവേഷൻ പഠിക്കാനുണ്ട്. അപ്പോൾ ഹൈഡ്രോളിക് ലിഫ്റ്റ് ഒഴിച്ച് ബാക്കിയെല്ലാം ബെർണോളിസ് പ്രിൻസിപ്പിൾ ആയതുകൊണ്ട് ദ ഓഡ് വൺ ഔട്ട് എന്ന് പറയുമ്പോൾ ഏതാണ് ഇവിടെ ആൻസർ? ഹൈഡ്രോളിക് ലിഫ്റ്റ്. ഹൈഡ്രോളിക് ലിഫ്റ്റ് വർക്ക്സ് ഓൺ ദി ബേസിസ് ഓഫ് പാസ്കൽസ് ലോ. The correctness of an equation is checked using the principle of homogeneity. For an equation x equal to a plus bt plus ct square, അല്ലേ, where x is in meter and t is in second, what will be the dimensions of b? നമ്മൾ പലതവണ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഈക്വൽ ടു തന്ന ഇക്വേഷൻ കറക്റ്റ് ആണെന്ന് പറയുമ്പോൾ അതിൻ്റെ എന്താണ് മീനിങ്? LHSൽ ഓരോ ടേമിൻ്റെയും ഡയമെൻഷൻ RHSൽ ഓരോ ടേമിൻ്റെയും ഡയമെൻഷൻ ഈക്വൽ ആണ്. ഇവിടെ എക്സ് മീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എക്സ് ഏതായിരിക്കും? ക്വാണ്ടിറ്റി, ലെങ്ത് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് അല്ലേ. ടി എന്ന് പറഞ്ഞാൽ സെക്കൻഡിൽ എന്ന് പറഞ്ഞാൽ ടി എന്ന് പറയുന്നത് ടൈമാണ്. 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് നിങ്ങൾ ഇത്രയും സ്റ്റെപ്സ് ഒന്നും എഴുതണ്ട. ഇത് 2 മാർക്കിനായിട്ട് പലപ്പോഴും ചോദിക്കാറുണ്ട്. ABCയുടെ ഡയമെൻഷൻ കാണാൻ ചോദിക്കാറുണ്ട്. അതുകൊണ്ട് ഞാൻ അതിനും കൂടി വേണ്ടിയാണ് ഇങ്ങനെ സ്റ്റെപ്സ് എഴുതിയത്. ഇക്വേഷൻ കറക്റ്റ് ആണ് എന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് എന്ത് എഴുതാം? ഡയമെൻഷൻ ഓഫ് എക്സ് ഈക്വൽ ടു എ, ഡയമെൻഷൻ ഓഫ് എക്സ് ഈക്വൽ ടു ബി ടി, ഡയമെൻഷൻ ഓഫ് എക്സ് ഈക്വൽ ടു സി ടി സ്ക്വയർ. അപ്പോൾ ഇവിടെ ചോദിച്ചിട്ടുള്ളത് ബി മാത്രമാണ്. അപ്പോൾ ഡയമെൻഷൻ ഓഫ് എക്സ് ഈക്വൽ ടു ബി ടി, ഡയമെൻഷൻ ഓഫ് എക്സ് ഈക്വൽ ടു എൽ, ബി നമുക്ക് കാണണം, ടിയുടേത് ടി. അപ്പോൾ ബി അവിടെ നിർത്തിയിട്ട് ടി അപ്പുറത്തേക്ക് കൊണ്ടുപോകുക. ബി ഈക്വൽ ടു LT റൈസ് ടു -1. ഇനി തെർമൽ പ്രോപ്പർട്ടീസിലൊരു ക്വസ്റ്റ്യൻ ആണ്. ഇത് നിങ്ങൾ വായിക്കുക. വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് ആൽഫ, ബീറ്റ ആൻഡ് ഗാമ? ആൽഫ എന്ന് പറയുന്നത് ലീനിയർ എക്സ്പാൻഷൻ, ഏരിയ എക്സ്പാൻഷൻ, വോളിയം എക്സ്പാൻഷൻ. അവരുടെ റേഷ്യോ എന്ന് പറയുന്നത് 1:2:3 ആണ്. അതിൻ്റെ ഡെറിവേഷനും പഠിക്കാനുണ്ട്. നെക്സ്റ്റ് ഇവിടെ ഒരു മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ കൂടെ. ഇൻവാർ ഈസ് യൂസ്ഡ് ഫോർ മേക്കിംഗ് പെൻഡുലം ഓഫ് ക്ലോക്സ്. വൈ? അതായത് ഇൻവാർ എന്ന് പറയുന്നത് ടെമ്പറേച്ചർ വേരിയേഷന് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ്. അതായത് ടെമ്പറേച്ചർ കൂടിയാൽ, ഇപ്പോൾ ഒരു മെറ്റീരിയലിൻ്റെ ലെങ്ത്ത് കൂടിക്കഴിഞ്ഞാൽ അവിടെ ലെങ്ത്ത് കൂടിയാൽ പെൻഡുലത്തിൻ്റെ പീരീഡ് കൂടും. പീരീഡ് കൂടുക എന്ന് പറഞ്ഞാൽ വർക്ക് ചെയ്യാൻ കൂടുതൽ സമയം എടുക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ മീനിങ്? ക്ലോക്ക് സ്ലോ ആകും അല്ലേ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ടെമ്പറേച്ചർ വേരിയേഷൻ അനുസരിച്ച് അതിനെ എഫക്റ്റ് ചെയ്യാത്തത്, അതിൻ്റെ ലെങ്ത്തിലൊന്നും അതിൻ്റെ ഡയമെൻഷനിലൊന്നിലും മാറ്റം വരുത്താത്ത ഒരു മെറ്റീരിയലാണ് ഇൻവാർ എന്ന് പറയുന്നത്. അപ്പോൾ ടെമ്പറേച്ചർ വേരിയേഷൻ ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഇൻവാർ. അതുകൊണ്ടാണ് ഇൻവാർ ഈസ് യൂസ്ഡ് ഫോർ മേക്കിംഗ് പെൻഡുലം ഓഫ് ക്ലോക്സ്. അപ്പോൾ 20ൽ കൂടുതൽ ക്വസ്റ്റ്യൻ പേപ്പറുകൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്തു. ഇത്രയും എണ്ണം പഠിക്കും. ഈ അരമണിക്കൂർ കൊണ്ട് ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ 1 മാർക്കിൻ്റെ 6 മാർക്ക് മാത്രമല്ല, ആ സെക്ഷനിലെ 10 മാർക്ക് നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് ആൻസർ ചെയ്ത് അവിടെ സ്കോർ ചെയ്യാം. 10 ആൻസർ കറക്റ്റായിട്ട് എഴുതിയാലും നിങ്ങൾക്ക് മാക്സിമം 8 or 6 മാർക്ക് മാത്രമാണ് പറയുന്നത്. അത് 8 ആണോ 6 ആണെന്നുള്ള മോഡൽ എക്സാം കഴിയുമ്പോൾ നമുക്കറിയാം. എല്ലാ ഫ്രണ്ട്സിനൊക്കെ എത്തിച്ചു കൊടുക്കുക. താങ്ക് യു ആൾ. അടുത്ത പാർട്ടിൽ നമുക്ക് 2012 മുതൽ ബാക്കിലേക്കുള്ളത് ഞാൻ അയക്കാം. നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടുകൊള്ളുക. ഇത്രയും കണ്ടപ്പോൾ അതിൻ്റെ കോൺഫിഡൻസ് കിട്ടിയില്ലേ? ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ എന്നെ അറിയിക്കുക.
ഓക്കെ, താങ്ക് യു.